4.47 സെൻറ്റ് സ്ഥലത്ത് 2160 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു 4 ബെഡ്റൂം വീട് വരുന്നത് കുഴിവേലിപ്പടിയിലാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലത്തിലായിട്ട് വരുന്നൊരു വീട്. ചെറിയൊരു കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. ഒരേപോലെയുള്ള 2 വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വീടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വീടാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നാൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ബോക്സി ടൈപ്പ് എലവേഷനാണ് നൽകിയിരിക്കുന്നത്. 3 ബാൽക്കണികൾ നമുക്ക് കാണാം മുകൾ ഭാഗത്തായിട്ട്. ഇവിടെ ടെറാക്കോട്ട ടൈലുകളുടെ ഒരു ഡിസൈൻ വർക്ക് കാണാം. അവിടെ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് തന്നെ ആ കണ്ടംപററി ഡിസൈനിൻ്റെ മനോഹാരിത നമുക്ക് അനുഭവിച്ചറിയാനും പറ്റുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന വലിയ റോഡാണ്, 5 മീറ്റർ റോഡാണ്. ഇത് ടാർ റോഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് വരാം. വീടിൻ്റെ മതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തൊരു ഫോൾഡിങ് ഗേറ്റുമാണ് വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ നേരെ തന്നെ കാർ പോർച്ചാണ്. അത്യാവശ്യം വലിയൊരു കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ കാർ പോർച്ച് വരുന്നത്. വേണമെങ്കിൽ ഒരു വാഹനം ഇവിടെയും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വെള്ളം വരുന്നത്. കിണറിൻ്റെ സ്ഥാനം ഇതാണ്. കൂടാതെ നമുക്ക് KW വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം UPVC വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന വിൻഡോസാണ് ഇതെല്ലാം. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ. ഒരു ചെറിയ വാളിയുള്ള ഡോറും വലിയൊരു വാളിയുള്ള ഡോറും വരുന്നുണ്ട്. ഇവിടെ ഒരു വുഡൻ്റെ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് വരുന്നത്. ഇവിടെ വലിയ ജനൽ നൽകിയിട്ടുണ്ട്. അത് UPVC ആണ്. ഇതെല്ലാം സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ട ജനലാണ്. ഇവിടെയാണ് TV യൂണിറ്റ്. ഈ ഭിത്തിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിലുള്ള TV യൂണിറ്റ്. ലോവർ ഡിസൈൻ പാറ്റേൺ ഇവിടെ വരുന്നുണ്ട്. ഈ സെൻറ്റർ ഭാഗത്തായിട്ടാണ് TVയുടെ ഏരിയ വരുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു ആർക്കി ഡ്രൈവ്. അതിന് കൂടെ ഒരു പാർട്ടീഷൻ വാളും വരുന്നുണ്ട്. ഇവിടെ ഒരു പർഗോള ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ക്യൂരിയോ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് LED ലൈറ്റുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അകത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ ഒരു വലിയ ജനൽ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 ഫേസ് കണക്ഷനാണ്. അതിൻ്റെ ബോക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വാഷ് കൗണ്ടർ. അത് ഇവിടെയാണ് വരുന്നത്. 2 സൈഡിലും ബെഡ്റൂമിലേക്കുള്ള വാതിലുകളാണ്. ഇവിടെ സെൻറ്റർ ഭാഗത്ത് ടൈല് കൊടുത്തിട്ടുണ്ട്. അത് ലോവർ ഡിസൈൻ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി കൗണ്ടർ താഴെയും വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് നോക്കിയാലാണ് ഒരു റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഒരു ബെഡ്റൂം തന്നെ വരുന്നുണ്ട്. ഇവിടെ ഒരു ജനൽ, ഇവിടെ എല്ലാം ജനൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാർഡ്രോബ്. 3 പാളിയുള്ള ഒരു വാർഡ്രോബും അത് മൾട്ടിവുഡിലാണ് അതിൻ്റെ നിർമ്മാണം. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ടേബിളും ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വരുന്നത് കാണാം. എല്ലാം അറ്റാച്ച്ഡ് വാഷ് ഏരിയ വരുന്ന നമുക്ക് ബാത്റൂമുകൾ അവൈലബിൾ ആണ്. ഇതാണ് ബാത്റൂം. ആദ്യത്തെ ബാത്റൂം വെറ്റും ഡ്രൈയുമായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ്. ഒരു ഗേ ഫിനിഷാണ് ഇവിടെ വരുന്നത്. ഇവിടെ വേറൊരു ഡിസൈൻ വരുന്നു. സെൻട്രൽ ഭാഗത്ത് ക്ലോസറ്റ് കാര്യം വരുമ്പോൾ വാഷ് ബേസിനുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതിന് ഈ ചേർന്ന് തന്നെയാണ് കിച്ചൻ്റെ ഡോർ വരുന്നത്. ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ഗ്രാനൈറ്റ് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ടിരുന്നു. അതേ ഗ്രാനൈറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് വരുന്ന ഏരിയയാണ്. ഇവിടെ എല്ലാം നമുക്ക് മൊറോക്കൻ ഡിസൈനിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ എല്ലാം നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു കോർണറിലായിട്ട് വിൻഡോയും നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ പുറത്തൊരു വർക്ക് ഏരിയ സ്പേസ് എടുക്കാനുള്ള ഏരിയ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സെയിം തന്നെയാണ്. റെഡിമെയ്ഡ് ഡോറ് തന്നെ കൊടുത്തിരിക്കുന്നു. ബാക്കി എല്ലാ ഫിറ്റിങ്സും എല്ലാം സെയിം തന്നെയാണ്. ജനലെല്ലാം ഒരേ പാറ്റേണിൽ തന്നെ വരുന്നതാണ്. വലിയ വാർഡ്രോബ്, ഇവിടെ ഡ്രസ്സിങ് ഏരിയയും വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത് കാണാം. ബാത്റൂമും എല്ലാം വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. FRP ഡോറ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇതാണ് വെറ്റ് ഏരിയ.
ഷവർ വരുന്നുണ്ട്, ക്ലോസറ്റ്, വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് താഴത്തെ നിലയിലുള്ള വിശേഷം. ഇത് നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ അപ്പർ ലിവിങ് ഏരിയ. വുഡും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെയർ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഈ ഭാഗം നൽകിയിരിക്കുന്നത് നമുക്ക് തേക്കൂട്ടിലാണ്. ഹാൻഡ് റെയിലും തേക്കൂട്ടിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ലാൻഡിങ് സ്പേസ് വരുന്നുണ്ട്. ആ ലാൻഡിങ് സ്പേസിൻ്റെ മുകളിലായിട്ട് വലിയൊരു UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറിയാൽ അപ്പർ ലിവിങ് ഏരിയ. അപ്പർ ലിവിങ് ഏരിയയ്ക്ക് അറ്റാച്ച്ഡായിട്ട് നമുക്കൊരു ബാൽക്കണി അവൈലബിൾ ആയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് മറ്റേ സ്ക്വയർ ട്യൂബും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നമുക്കൊരു വലിയ UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. ഇത് സ്ലൈഡിംഗ് ആണ്, ആവശ്യമുണ്ടെങ്കിൽ തുറന്നിടാവുന്നതാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. ഇവിടെ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്ക് ഇവിടെ ഒരു സ്റ്റഡി റൂം പോലത്തെ ഒരു ഏരിയ അവൈലബിൾ ആണ്. അങ്ങോട്ടും പോകാനുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. സെയിം ടൈപ്പ് ഡോർ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത, ഇതിനൊരു ബാൽക്കണി സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് തുറക്കാവുന്നതാണ്. അതിൻ്റെ പുറത്തൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വശത്തും ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാർഡ്രോബ് ഈ വശത്താണ് വരുന്നത്. കൂടാതെ അറ്റാച്ച്ഡായിട്ട് ഒരു ഡ്രസ്സിങ് ടേബിളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് കാണാം. ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം. അപ്പോൾ ഇനി മുകളിലത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും ബാൽക്കണി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഇതും സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. കയറി വരുമ്പോൾ ഈ ഭാഗത്താണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ബാൽക്കണി സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഈ ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഇവിടെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്പേസ് കൂടി അവൈലബിൾ ആവുന്നുണ്ട്. ഇവിടെയാണ് ആ ഏരിയ വരുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിന് ചേർന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിരിക്കുന്ന ഏരിയ. ഫിറ്റിങ്സ് എല്ലാം നേരത്തെ കണ്ട അതേ ഫിറ്റിംഗ് സെറ എന്ന കമ്പനിയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ വരുന്നത്. ഇനി നമുക്കൊരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സ്പേസാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇവിടെ നൽകിയിട്ടില്ല. ഇവിടെയും ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും നമുക്ക് ഫോൾ സീലിംഗ് വർക്കുകളാണ്. ചെറിയൊരു ഫോൾ സീലിംഗ് വർക്ക് മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ്. മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അത് MS-ലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഈ വീട് വരുന്നത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിലേക്ക് 200 മീറ്റർ മാത്രമാണ് ദൂരം. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല വലിയ റോഡ് വരുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്ററാണ്. KME എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വെറും 300 മീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. കളക്ട്രേറ്റിലേക്ക് പോകാനുള്ള ഒരു 5-5.5 കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ടുള്ള ദൂരം വരുന്നത്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 93 ലക്ഷം രൂപയാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.